എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള അകമഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സീതപ്പഴം അഥവാ കസ്റ്റാർഡ് ആപ്പിളിനെ കുറിച്ചാണ്. ഇത് എൻ്റെ വീട്ടിലെ സീതമരമാണ്. ഒരു മരമായിട്ട്, അതായത് ചെറിയ വൃക്ഷമാണ്. ഏകദേശം 8 മീറ്ററോളം ഉയരത്തിലിത് വളരും. ഇതിൻ്റെ നിറയെ ബ്രാഞ്ചസ് ഉണ്ട് കണ്ടോ, നിറയെ ബ്രാഞ്ചസ്, നിറയെ ശിഖരങ്ങളുള്ള ഒരു ചെറിയൊരു മരമാണ് ഈ കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതപ്പഴം. ഇതിലിപ്പോൾ നിറയെ കായ്കളുണ്ട്. എപ്പോഴും ഇത് നമ്മൾ നട്ടതല്ല, താനെ വളർന്നു വന്നതാണ് കേട്ടോ. നല്ല വെറൈറ്റിയാണ്. പിന്നെ എപ്പോഴും ഫ്രൂട്ട്സ്, നിറയെ ധാരാളം ഫ്രൂട്ട്സ് കാണും. ഇതിൻ്റെ പൂവൊന്ന് കാണിച്ചു തരാം. പൂവുണ്ട്. പൂവും മുട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൂവുണ്ടോ? ഉണ്ടോ പൂവും മുട്ടൊക്കെ നിൽപ്പുണ്ട് ഉണ്ടോ? നിറയുണ്ട്. എല്ലാ ബ്രാഞ്ചസിലും പൂക്കളുണ്ട്. ഇത് ഇച്ചിരി വലിയ കസ്റ്റാർഡ് ആപ്പിളാണ്. അതിൻ്റെ കായ കണ്ടോ? നിറയെ കായ്കളുണ്ട്. നിറയെ കായ്കളുണ്ട് കേട്ടോ. വലിയൊരു മരമാണിത്. പൂക്കളും കായ്കളൊക്കെ നിറയുണ്ട്. പല വലിപ്പത്തിലുള്ള കായ്കളും അതുപോലെ മൊട്ടുകളും പൂക്കളും ധാരാളമുണ്ട്. ഈ ആത്തച്ചക്കയുടെ കുടുംബത്തിൽപ്പെടുന്ന ഒരു മരമാണിത്. ആത്തച്ചക്ക അറിയാലോ, എല്ലാവർക്കും അറിയാം ആത്തച്ചക്കയൊക്കെ. അപ്പോൾ അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു വൃക്ഷമാണിത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അന്നോന സ്കോമോസ എന്നാണ്. അന്നോന സ്കോമോസ ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് മധ്യരേഖാ പ്രദേശത്തെ മിക്ക നാടുകളിലും കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ മലബാർ മേഖലയിലൊക്കെ ഇതിനെ ചക്കപ്പഴം എന്ന് പറയാറുണ്ട്. കാരണം അതിൻ്റെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകതയാണ്. അതിൽ അകത്തെ സീഡുണ്ട്, ബ്ലാക്ക് സീഡുണ്ട്, മാംസഭാഗമുണ്ട്. അപ്പം ഇത് ചക്കയോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് കരുതപ്പെടുന്നു. അതുമാത്രമല്ല, നിരവധി ഔഷധ ഗുണങ്ങൾ ഈ സീതപ്പഴത്തിൻ്റെ ഈ കസ്റ്റാർഡ് ആപ്പിളിന് ഉണ്ട്. ഇതിൽ നാരുകൾ ദഹനത്തിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും വിശപ്പ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇതിൽ കലോറി ഉള്ളത്. വളരെ കുറഞ്ഞ അളവിലാണ് കലോറി ഉള്ളത്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച പഴമാണിത്. അപ്പോൾ ഈ ഫ്രൂട്ട് പതിവായി കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് ക്രമപ്പെടുത്താൻ സാധിക്കും. അൾസർ, അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഫൈബർ, മഗ്നീഷ്യം, ഇരുമ്പ്, നിയാസിൻ, പൊട്ടാസ്യം, വൈറ്റമിൻ എയും സിയും, കാൽസ്യം എന്നീ പോഷകങ്ങൾ ഈ സീതപ്പഴത്തിൽ, ഈ കസ്റ്റാർഡ് ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട്.
സീതപ്പഴത്തിൽ ഗ്ലൈസമിക് സൂചിക കുറവാണ്, അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയും. അതിനാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാം, പക്ഷേ അവർ വളരെ മിതമായ അളവിൽ മാത്രമേ ഇത് കഴിക്കാവൂ. ആൻറ്റി ഓക്സിഡൻ്റായ ലൂട്ടിൻ അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണുകളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതിനാൽ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താനും ഈ പഴത്തിന് സാധിക്കും. എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ ശ്വാസകോശത്തിൽ വീക്കം, അലർജി എന്നിവ തടയാനും ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. മലബന്ധം, വയറിളക്കം തുടങ്ങിയവയിൽ നിന്ന് ആശ്വാസവും നൽകുന്നു. ഇപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കാനും കഴിയുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്രൂട്ടാണ്. നല്ല സ്ഥലമുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് വെച്ച് പിടിപ്പിക്കാം. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ താനെ പൊടിച്ചു വന്നാൽ നമ്മളത് നട്ടതല്ല. പക്ഷെ നിറയെ കായ്കൾ, നിറയെ ഫലങ്ങൾ നമുക്ക് ലഭിച്ചു എല്ലാ സീസണിലും. കാരണം ഓൾ സീസൺ എന്ന് പറയാം നമുക്ക്. ഈ നമ്മുടെ വീട്ടിൽ മരമായതുകൊണ്ട് അത് നമുക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. കാരണം നമ്മൾ ഇത് ഡെയിലി ഒരു ദിവസം പോലും ഇതിനകത്ത് ഫ്രൂട്ട് ഇല്ലാതിരുന്നിട്ടില്ല. എപ്പോഴും ഫ്രൂട്ട് ഉണ്ടായിരിക്കും. നല്ല സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇത് മേടിച്ച് നടുക കേട്ടോ. അപ്പോൾ ഇതിന് ഇത്രയധികം ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ കസ്റ്റാർഡ് ആപ്പിൾ സീതപ്പഴത്തിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു അറിവ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.